ധ്യാനിച്ചാലുള്ള ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് വലിയ റിസർച്ച് തന്നെ നടന്നിട്ടുണ്ട്. നമ്മളുടെ ഓറ ക്ലെൻസ്ഡ് ആവും, നമ്മുടെ പ്രഭാവലയം വികസിക്കും. അതനുസരിച്ചിട്ട് നമ്മുടെ സാന്നിധ്യം വളരെയധികം ആൾക്കാർ ഇഷ്ടപ്പെടാൻ തുടങ്ങും. പുറമേ ലോകം കാണുന്ന എല്ലാ ഗുണങ്ങളും ഉണ്ടെങ്കിൽ പോലും ചിലരുടെ സാമീപ്യം നമുക്കത്ര ഇഷ്ടപ്പെടില്ല. മനസ്സിനെ ശാന്തമാക്കുക എന്നതിനപ്പുറത്തേക്ക് വേറൊരു വലിയ ഒരു തലമുണ്ടോ ധ്യാനത്തിന്? ശരിക്കും നമ്മളെല്ലാവരും ഈ പറഞ്ഞ പോലെ ധ്യാനം എന്ന് വിചാരിച്ചാൽ മനസ്സിനെ ശാന്തമാക്കുക, നമ്മുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കും ധ്യാനം ചെയ്താൽ. ഇതൊക്കെയാണ് നമ്മൾ ധ്യാനത്തെക്കുറിച്ച് സാധാരണ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. പക്ഷേ ഇത് തന്നെ വലിയൊരു കാര്യമാണ് ധ്യാനിച്ചാൽ കിട്ടുന്ന. പക്ഷേ അതിനപ്പുറത്ത് ഒരു വലിയ ഗംഭീരമായ തലങ്ങളുണ്ട് ധ്യാനത്തിന്. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കൊന്നും ധ്യാനം എന്ന് പറഞ്ഞാൽ വലിയ താല്പര്യമുള്ള കാര്യങ്ങളല്ല. എന്തോ ധ്യാനം എന്ന് പറഞ്ഞാൽ കുറച്ച് പക്വത വന്നിട്ട് കുറച്ച് പ്രായമായിട്ട് തുടങ്ങേണ്ട ഒരു സംഭവമാണ് ധ്യാനം എന്നൊക്കെയാണ് അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ എത്രയും ചെറുപ്പത്തിൽ തുടങ്ങിയാൽ അത്രയും ഗുണം കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് ധ്യാനം. കാരണം ധ്യാനത്തിൻ്റെ 2-3 ഗുണങ്ങൾ നമുക്ക് സംസാരിക്കാം. ഒന്ന്, ധ്യാനിച്ചാലുള്ളൊരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ട്രെയിനിങ്സ് ഒക്കെ ഒരുപാട് പറയാറുണ്ടല്ലേ. കമ്മ്യൂണിക്കേഷൻ നന്നാക്കുക, നമ്മുടെ ഡ്രസ്സിങ് നന്നാക്കുക, നമ്മുടെ അപ്പിയറൻസ് നന്നാക്കുക, എന്താ പറയുക, നമ്മുടെ വാക്കിംഗ് സ്റ്റൈൽ നന്നാക്കുക. അങ്ങനെ ഒരുപാട് നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മളെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് സെമിനാർസും വർക്ക്ഷോപ്സും ട്രെയിനിങ്സും നടക്കുന്ന ഒരു കാലമാണ്. നമ്മൾ അധികം ശ്രദ്ധിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് നമ്മുടെ സാന്നിധ്യം എന്ന് പറയുന്ന സംഗതി. മലയാളത്തിൽ സാന്നിധ്യം എന്ന് പറയും, ഇംഗ്ലീഷിൽ പ്രസൻസ് എന്ന് പറയും. പ്രസൻസ്, അതായത് നമ്മൾ കാവ്യ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ആളുകളെ അവർക്ക് വലിയ സൗന്ദര്യമോ കഴിവോ അവർക്ക് വലിയ പണമോ വലിയ പ്രശസ്തിയോ ഒന്നും ഇല്ലാതെ തന്നെ ചില ആൾക്കാരുടെ സാമീപ്യം നമ്മൾ ഇഷ്ടപ്പെടാറുണ്ട്. ഈ ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ എല്ലാം ഉണ്ടെങ്കിൽ പോലും അവരുടെ സാമീപ്യം ചിലപ്പോൾ നമുക്ക് ഒഴിവാക്കണം എന്ന് തോന്നും. അവർക്ക് ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും, പുറമേ ലോകം കാണുന്ന എല്ലാ ഗുണങ്ങളും ഉണ്ടെങ്കിൽ പോലും ചിലരുടെ സാമീപ്യം നമുക്കത്ര ഇഷ്ടപ്പെടില്ല. അപ്പോൾ ധ്യാനിച്ചാലുള്ള ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് വലിയ റിസർച്ച് തന്നെ നടന്നിട്ടുണ്ട്, നമ്മളുടെ ഓറ ക്ലെൻസ്ഡ് ആവും, നമ്മുടെ പ്രഭാവലയം വികസിക്കും. അതനുസരിച്ചിട്ട് നമ്മുടെ സാന്നിധ്യം വളരെയധികം ആൾക്കാർ ഇഷ്ടപ്പെടാൻ തുടങ്ങും. നമ്മുടെ പ്രസൻസിൽ തന്നെ ആൾക്കാർക്ക് ഒരു സമാധാനം ഫീൽ ചെയ്യും, നമ്മുടെ പ്രസൻസിൽ തന്നെ ആൾക്കാർക്ക് ഒരു സുഖം ഫീൽ ചെയ്യും. അതുകൊണ്ട് ധ്യാനിക്കുന്നവരെ സാന്നിധ്യം ആൾക്കാർ ഇഷ്ടപ്പെടാൻ തുടങ്ങും. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, സ്ഥിരമായിട്ട് ധ്യാനിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ജോലി കിട്ടാനുള്ള സാധ്യത നിങ്ങൾക്ക് കൂടുതലായിരിക്കും. ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. സത്യമായിട്ടും ഇത് പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കില്ല. കാരണം ധ്യാനിക്കുന്ന ഒരാളുമായിട്ട് മറ്റൊരാൾക്ക് കണക്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. കാരണം ധ്യാനിക്കുന്ന ഒരാളെ പെട്ടെന്ന് ആൾക്കാർക്ക് സ്വീകാര്യനായിട്ട് മാറും. ഇത് ധ്യാനിച്ചാൽ മാത്രം കിട്ടുന്ന ക്വാളിറ്റീസിലൊന്നാണ് കേട്ടോ, സത്യമായിട്ടും. അതുപോലെ നിങ്ങളൊരു സെയിൽസ് പേഴ്സൺ ആണെങ്കിൽ, നിങ്ങൾ ഡെയിലി മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ സെയിൽസ് നടക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. കാരണം നിങ്ങളധികം സംസാരിക്കാതെ തന്നെ നിങ്ങളെ ആൾക്കാർ വിശ്വസിക്കും. നമുക്കൊരു ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ സെയിൽസിൽ, അതിൻ്റെ അധികം കൂടുതൽ ആവശ്യം വരാണ്ട് തന്നെ നിങ്ങൾ ആൾക്കാർ കൂടുതൽ വിശ്വസിക്കും നിങ്ങൾ ഡെയിലി മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ. കാരണം നിങ്ങളുടെ പ്രസൻസ് നന്നാവാൻ തുടങ്ങും. കാരണം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കധികം കളവ് പറയാൻ തോന്നില്ല. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ തന്നെ കുറച്ചും കൂടി സത്യസന്ധമാവും. ആ സത്യസന്ധത ആൾക്കാർക്ക് വേഗം തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചോളൂ, ധ്യാനിക്കുന്ന ആൾക്കാരുടെ സാന്നിധ്യത്തിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ടാവും. ഇത് ഒരു ഗുണം. രണ്ടാമത്തെ ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡെയിലി മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ സെൻസസ് നന്നായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. നമ്മൾ കാണുന്ന കാഴ്ചകൾക്ക് ഒന്നും കൂടി ഭംഗി വർദ്ധിക്കും. നമ്മൾ കേൾക്കുന്ന കേൾവികൾക്ക് ഒന്നും കൂടി എന്താ പറയുക, ഒരു പാട്ടൊക്കെയാണ് നമ്മൾ കേൾക്കുന്നെങ്കിൽ അതിന് ഒന്നും കൂടി ഒരു മാധുര്യം വർദ്ധിക്കും, രുചി ഭംഗിയാവും. ചുരുക്കി പറഞ്ഞെങ്കിൽ, നിങ്ങളുടെ ബിരിയാണിക്ക് രുചി വർദ്ധിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി, സത്യമായിട്ടും പറഞ്ഞാൽ വിശ്വസിക്കില്ല, സത്യമാണ്, നിങ്ങളുടെ ഭക്ഷണത്തിന് രുചി വർദ്ധിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ഒന്ന് ധ്യാനിച്ച് നോക്ക്. രുചിയിൽ വരെ വ്യത്യാസം തോന്നും, സെൻസസിൻ്റെ ശക്തി വർദ്ധിക്കും. ഒത്തിരി വ്യത്യാസങ്ങളാണ് ഇങ്ങനെ ധ്യാനിച്ചാൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. അടുത്ത ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഏറ്റവും അധികം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്, നമുക്കൊന്നിലും ശ്രദ്ധ കിട്ടുന്നില്ല. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഈ വീഡിയോ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരു 10 സെക്കൻഡ് കൊണ്ട് ബോറടിക്കും, ചില ആൾക്കാർ മുഴുവനിരുന്ന് കാണും. പക്ഷെ മിക്കവാറും ഏറ്റവും കൂടുതൽ റീച്ചുള്ള വീഡിയോസ് കണ്ടിട്ടില്ലേ, 1 മിനിറ്റോ 2 മിനിറ്റിൻ്റെ വീഡിയോസാണ് ഏറ്റവും കൂടുതൽ റീച്ച്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരാൻ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ അറ്റൻഷൻ സ്പാൻ അത്രയധികം കുറഞ്ഞു വരികയാണ്. പണ്ടൊക്കെ നമ്മളുടെ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ 45 മിനിറ്റ് ആയിരുന്നു. ആ 45 മിനിറ്റ് സമയം ഒരു കാര്യം ശ്രദ്ധിച്ച് നിൽക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായിരുന്നു, കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള നമ്മുടെ കഴിവുണ്ടായിരുന്നു. ഇപ്പോൾ ആ കോൺസെൻട്രേഷൻ കുറഞ്ഞ് 30 സെക്കൻഡായിട്ട് 30 സെക്കൻഡാണ് ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി. അപ്പോൾ നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞിരിക്കുകയാണ്. അത്
ഇന്നത്തെ കാലത്തെ തലമുറ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. അതുകൊണ്ട് പഠിത്തത്തെ ബാധിക്കുന്നുണ്ട്, കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവിനെ ബാധിക്കുന്നുണ്ട്, ഒരു കാര്യം മനസ്സിലാക്കാനുള്ള കഴിവിനെ ബാധിക്കുന്നുണ്ട്. ഇതൊക്കെ വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ധ്യാനം അത്യാവശ്യമാണ് ശരിക്കും. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.